എന്തോ വലിയ തീവ്രവാദി എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ തന്നെ ആലോചിക്കുക, അയാൾക്ക് ഈ കള്ളക്കടത്തിയും ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഈ പറഞ്ഞ നാട്ടുകാരെ വെട്ടിച്ചിട്ടും എടുത്തിട്ടും ഒന്നും അങ്ങേർക്ക് ജീവിക്കേണ്ട ഒരു ഗതികേടില്ല. അതുകൊണ്ട് അയാളെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു അജണ്ട ഈ പറയുന്ന ടീമുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിലത്തെ മെയിൻ ഒരുത്തനാണ് ഈ VK ബൈജു എന്ന് പറയുന്നത്. അപ്പൊ ഈ VK ബൈജുവിന്റെ സുഹൃത്താണ് ഈ പറയുന്ന വ്യക്തി. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് റിയാക്ട് ചെയ്യാനായിട്ട് തോന്നി. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അതായത് വന്നിരുന്ന് മൊത്തവും പറയണ തോന്നിവാസമാണ്. ഒരു ബോധവും വിവരവും ഇല്ലാതെ വന്നിരുന്നിട്ട് പല ആൾക്കാരും വന്ന് പച്ചയ്ക്ക് തോന്നിവാസം പറയുക. എന്നിട്ട് പോലീസുകാരൊക്കെ റെയ്ഡ് ചെയ്യുകയും എടുക്കുകയും ഇങ്ങനെയൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനും പറഞ്ഞിട്ട് പോലീസുകാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം ഒരു കഥയും ഇല്ലാതെ പോലീസുകാർ വെറുതെ വന്ന് കേസ് എടുക്കത്തില്ല. കാര്യം അവരുടെ നോർമൽ പ്രൊസീജിയറാണ്. പോലീസുകാരുടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അവരുടെ നോർമൽ പ്രൊസീജിയറാണ്. സൈബർ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ സാധനങ്ങൾ എക്യുപ്മെന്റ്സ് എന്തൊക്കെയുണ്ടോ അവർ ആ സാധനങ്ങൾ സീസ് ചെയ്യും. അതായത് അത് റെയ്ഡ് ചെയ്യും. അതിന് അവർക്ക് വാറണ്ട് ഉണ്ട്. അവർ റെയ്ഡ് ചെയ്യും, അത് ആ സാധനങ്ങൾ പിടിച്ചെടുക്കും. പിന്നെ സ്റ്റേഷൻ ജാമ്യമാണ്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും. അല്ലെങ്കിൽ ചിലപ്പോൾ റിമാൻഡ് ആണെങ്കിൽ 1-2 ദിവസം കിടക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ജാമ്യം കിട്ടുന്ന വകുപ്പ്, അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.